ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ കാർത്തികയെ ഒളിവിൽ താമസിച്ചിരുന്ന ആ സ്ഥലത്തേക്ക് ശാലിനിയും ജഗദീപും വന്നെത്തിയതോടെ മധുശ്രീ ആകെ പ്രശ്നത്തിലായി. മധുശ്രീ ജഗദീപിന്റെയും ശാലിനിയുടെയും പിന്നാലെ അവർ മുറികളിലെല്ലാം പരിശോധന നടത്തുമ്പോൾ അവരുടെ അരികിലേക്ക് എത്തി. മധുശ്രീ ചോദിച്ചു, അല്ല ജഗദീപേ, നിനക്കെന്താ തലയ്ക്കെന്തെങ്കിലും ഓളം ഉണ്ടോ? ഏതോ പാലത്തിന്റെ കീഴെ കാറിനകത്ത് കിടന്ന് കത്തിക്കരിഞ്ഞു പോയി തീർന്ന കാർത്തിക എന്ന് പറയുന്നവളെ ഇവിടെ വന്ന് എന്റെ പിന്നാലെ വന്ന് അന്വേഷിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? അല്ല, നിനക്കൊക്കെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിലെ വീണ്ടും അന്വേഷണം തുടർന്നു പോകുന്ന ശാലിനിയുടെ അരികിലേക്ക് മധുശ്രീ എത്തി ചോദിച്ചു, അല്ല അല്ല ഈ കളക്ടർ മേഡത്തിന് ഇത് എന്തു പറ്റി? ഇവന്റെ വായിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ട്, ഇവൻ പറയുന്ന പിച്ചും പേയും എല്ലാം കേട്ടിട്ട് അവന്റെ പിന്നാലെ കൂടാൻ കളക്ടർ മേഡത്തിന് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അല്ല, ഇനി ഭർത്താവ് ജയിലിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോ തലയിലെ നട്ടും ബോൾട്ടും എല്ലാം അഴിഞ്ഞു തുടങ്ങിയോ എന്ന് മധുശ്രീ ചോദിച്ചു. അത് കേട്ട ഉടനെ ശാലിനി ദേഷ്യത്തോടെ മധുശ്രീയോട് പറഞ്ഞു, മധുശ്രീ, ഇവിടെ കാർത്തികയെ നീ പാർപ്പിച്ചിരുന്നു എന്നതിന് എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ പിന്നെ നിന്റെ ബാക്കി ജീവിതം ഇരുമ്പഴികൾക്കുള്ളിലായിരിക്കും, നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് മാറുമ്പോ കാർത്തിക ജഗദീപിന്റെ അരികിലേക്ക് എത്തി. എന്നിട്ട് ജഗദീപിനോട് പറഞ്ഞു, എടാ ജഗദീപേ, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നിനക്ക് ഒരല്പം ബുദ്ധി വന്നതുപോലെയാണല്ലോ നിന്റെ പ്രവൃത്തികൾ. അതോ ഇനി ആരെങ്കിലും നിനക്ക് ഉപദേശിച്ചു തന്നതാണോ? ഇനി ആര് പറഞ്ഞാലും ശരി, ഈ മധുശ്രീയെ പിടികൂടാനും ഈ മധുശ്രീയെ പ്രശ്നത്തിലാക്കാനും നിന്നെ കൊണ്ടൊന്നും പറ്റില്ല ജഗദീപേ. അത് ശരിക്കും ഒന്ന് ഓർത്തു വെച്ചു. നീയൊക്കെ പഠിച്ച ആ കോളേജിലല്ല ഈ മധുശ്രീ ഡിഗ്രി പാസ്സായത്, മനസ്സിലായോ? എന്തായാലും ഒരു കാര്യം നീയൊക്കെ മനസ്സിലാക്കിക്കോ, ശാലിനി ഹരിശ്രീയെ കുറിച്ച് തുടങ്ങിയപ്പോ ഞാൻ എഴുതി തുടങ്ങിയത് അതെങ്ങനെ തലതിരിച്ചെഴുതാം എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ പിടികൂടാനോ എന്റെ അടുത്തെത്താനോ നിന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് മധുശ്രീ അഹങ്കാരത്തോടെ നിൽക്കുമ്പോ ജഗദീപും ശാലിനിയും ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് മധുശ്രീ തന്റെ ഫോൺ എടുത്ത് കാർത്തികയെ തട്ടിക്കൊണ്ടുവന്ന തന്റെ ഗുണ്ടാ സംഘത്തെ വിളിക്കുന്നത്. കാർത്തികയെ തട്ടിക്കൊണ്ടുപോയവരുടെ ഫോണിലേക്ക് മധുശ്രീ വിളിക്കുന്ന നേരത്ത് ശാലിനിയും ജഗദീപും എല്ലാവരും ചേർന്ന് നടപ്പിലാക്കിയ ആ പ്ലാനിന്റെ ഭാഗമായി ശാലിനി മധുശ്രീയുടെ കാറിനെ ആ ഷോപ്പിംഗ് കോംപ്ലക്സിന് അടുത്തു നിന്ന് ഫോളോ ചെയ്തു വരുന്ന കാഴ്ച ശാലിനിയുടെ കാറ് തന്നെ ഫോളോ ചെയ്തു വരുന്നതായി സൈഡ് മിററിലൂടെ മധുശ്രീ കാണാനിടയായി. അങ്ങനെ മധുശ്രീക്ക് സംശയം തോന്നിയതുകൊണ്ട് അപ്പോഴാണ് മധുശ്രീ സത്യം തിരിച്ചറിഞ്ഞത്. അപ്പോ അത് ശരി, ജഗദീപ് എന്നെ ബൈ ചാൻസിൽ അവിടെ വെച്ച് യാദൃശികമായി കണ്ടതല്ല, മറിച്ച് ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കരയുടെ ബാക്കി പത്രമായിരുന്നു. എന്താ ഇനി വേണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് മധുശ്രീ വേഗം കാറ് ആ പാലത്തിനരികിലായി ഒതുക്കി നിർത്തിയിട്ട് തന്റെ മൊബൈൽ ഫോൺ എടുത്ത് ഗുണ്ടകളെ വിളിച്ചു. അവർ ഫോൺ എടുത്ത് സംസാരിച്ചതും എന്താ മേഡം എന്ന് ചോദിച്ചപ്പോ, എന്നെ ഫോളോ ചെയ്ത് ആ കളക്ടറുടെ വണ്ടി വരുന്നുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം അവിടെ നിന്ന് കാർത്തികയെ മാറ്റിയിരിക്കണം എന്നറിയിച്ചു. അത് കേട്ടതും ശരി മേഡം എന്ന് പറഞ്ഞ് അവർ ഫോൺ വെക്കുന്നു. പിന്നീട് കാർത്തികയെ കണ്ടെത്താനായി മധുശ്രീയുടെ കാറിനെ ഫോളോ ചെയ്തു വന്ന ശാലിനിയും മറ്റും മധുശ്രീ കാറ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് ആകെ സംശയിച്ചു. ഇനി അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടായിരിക്കോ ജഗദീപേ എന്ന് ചോദിച്ചപ്പോ, ഒരിക്കലും ഇല്ല മേഡം, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവൾ ഇപ്പോൾ കാർ എടുക്കില്ല എന്ന് ജഗദീപ് പറഞ്ഞു. ഈ സമയം മധുശ്രീ കാറിനകത്തിരുന്ന് ശാലിനിയുടെ കാറിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അതെ, കുറച്ചു നേരങ്ങൾ കൂടി നീ ഒന്ന് വെയിറ്റ് ചെയ്യ് ശാലിനി, എന്റെ കുട്ടികൾ അവളെ അവിടെ നിന്ന് മാറ്റിക്കോട്ടെ എന്നിങ്ങനെ പറഞ്ഞ് കാർത്തികയെ അവിടുന്ന് മാറ്റുന്നതിനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്ത് മധുശ്രീ അല്പനേരത്തേക്ക് കൂടി ആ പാലത്തിനരികിൽ തന്നെ കിടന്നു. അതിനുശേഷം അവർ അവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ടാകുമെന്ന് ഉറപ്പായ ആ നിമിഷത്തിൽ മധുശ്രീ കാർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മധുശ്രീയെ ഫോളോ ചെയ്ത് ശാലിനിയും ജഗദീപും മധുശ്രീ കാർത്തികയെ പാർപ്പിച്ച് ആ താവളത്തിലേക്ക് വന്നെത്തിയത്. അത്രയും കാര്യങ്ങൾ മധുശ്രീ അകത്ത് നിന്ന് ആലോചിക്കുമ്പോൾ മധുശ്രീ തന്റെ ഫോൺ എടുത്ത് ആ ഗുണ്ടകളിൽ ഒരാളെ വിളിക്കുകയും അയാൾ ഫോൺ അറ്റൻഡ് ചെയ്ത ഉടനെ എന്താ മേഡം, എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോ ഉടനെ തന്നെ കാർത്തികയെ അവിടെ നിന്ന് മാറ്റിയിരിക്കണമെന്നും കാർത്തികയെ അന്വേഷിച്ച് അവിടേക്ക് ശാലിനിയുടെ ടീം അംഗങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ള വിവരം അറിയിച്ചത്. ഉടൻ തന്നെ മാറ്റാം മേഡം എന്ന് പറഞ്ഞ് അവർ വേഗം കാർത്തികയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാകുന്നു. കാർത്തിക ആ നിമിഷം ഒന്നും കേട്ട് അത് അംഗീകരിക്കാനാകാതെ ആകെ വിഷമത്തോടെ ഇരിക്കുകയും ഉടനെ കാർത്തികയുടെ അരികിൽ കാർത്തികയെ നോക്കാനായി ഏർപ്പാട് ചെയ്ത ആ ഗുണ്ടയുടെ ഫോണിലേക്ക് അവരുടെ തലവൻ വിളിച്ചു.
കോൾ എടുത്തതും അയാളോട് ആ തലവൻ പറഞ്ഞു, അതെ, കളക്ടറുടെ കാറ് മധുശ്രീ മേഡത്തെ ഫോളോ ചെയ്ത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അവരുടെ കയ്യിൽ കാർത്തിക പെടരുത്. നമ്മൾ ആരും തന്നെ അവരുടെ കയ്യിൽ പെടാനും പാടില്ല. എത്രയും വേഗം ഇവിടെ നിന്ന് കടക്കണമെന്ന് പറഞ്ഞു. മധുശ്രീ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ പ്ലാൻ ചെയ്തു. അപ്പോഴാണ് കാർത്തികയെ കാവലേൽപ്പിച്ച് കാർത്തികയെ നോക്കുവാനായി കാവൽ നിന്നിരുന്ന ഗുണ്ടകൾ വിവരം അറിഞ്ഞത്. ഉടനെ തന്നെ കാർത്തിക അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കാർത്തികയുടെ അരികിലേക്ക് എത്തി. ആ നിമിഷം കാർത്തിക ആലോചിച്ചു, അപ്പോ ശാലിനിയല്ലേ ഇവിടേക്ക് എന്നെ അന്വേഷിച്ച് വരുന്നെന്നല്ലേ ഇവർ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ശാലിനിക്ക് എന്നെ രക്ഷിക്കാനാകൂ? ഈ സമയം തന്നെ ഇവരെന്നെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യുകയാണല്ലോ. ഇനി ശാലിനി വരുമ്പോ അല്ലെ എന്നെ രക്ഷിക്കാനായി ഇവിടേക്ക് ആരെങ്കിലും എത്തിയാൽ അവർക്ക് ഞാൻ ഇവിടെ ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു തെളിവ് ഇവിടെ അവശേഷിപ്പിക്കണമല്ലോ. എന്തായാലും ഞാൻ മരിച്ചിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പ് വരുത്താനെങ്കിലും അത് ഉപകരിക്കുമെന്ന് കാർത്തിക ആലോചിച്ചു. എന്ത് ചെയ്യുന്ന ആലോചിച്ച് കാർത്തിക അങ്ങനെ ഇരുന്നതും ആ ഗുണ്ടകൾ വന്ന് കാർത്തികയുടെ കൈയിലെയും കാലിലെയും എല്ലാം ബന്ധനം അഴിച്ചു മാറ്റി. ഉടനെ കാർത്തിക ചോദിച്ചു, അല്ല ഇനിയിപ്പോ ഈ ഉടൻ തന്നെ ഇതിന്റെ എല്ലാം പണം തരണമെന്നാണോ എന്ന് ചോദിച്ചതും അതെ, ഉടനെ തന്നെ എനിക്ക് കിട്ടിയിരിക്കണം എന്ന് കാർത്തികയോട് മധുശ്രീയും അറിയിച്ചു. കാർത്തിക ആകെ ടെൻഷനായിട്ട് അങ്ങനെ കാർത്തിക ആ ചെയറിൽ തന്നെ ഇരിക്കുമ്പോ മധുശ്രീയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു ഗുണ്ടകളും അവര് എന്നേക്കുമായി അവിടുത്തെ ജോലി അവസാനിപ്പിച്ച അവസ്ഥയിലാണ് കാര്യങ്ങളെന്ന് അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ശാലിനി ആകെ വിഷമത നിൽക്കുമ്പോൾ മധുശ്രീ ചോദിച്ചു, എന്താ ശാലിനി? പുറത്തിറങ്ങി നിൽക്കുന്ന ശാലിനിയുടെ അരികിലേക്ക് മധുശ്രീ എത്തി. എന്തു പറ്റി? രണ്ടുപേരും കൂടി ഇവിടേക്ക് വന്നപ്പോ ഞാൻ കരുതിയത് എന്നെ അങ്ങ് മൂക്കിൽ വലിച്ച് കയറ്റുവന്നതായിരുന്നു. ഇന്ന് കാലം അത് നമുക്കായി ഒരു വിധി കാഴ്ച വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതൊക്കെ എത്ര തേച്ച് മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും അതൊരിക്കലും മാഞ്ഞു പോകുന്നതുമല്ല എന്ന് വിഷ്ണുവിനെ ജാമ്യത്തിലിറക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലായിരുന്നു ശാലിനി ജഗദീവനെയും കൂട്ടി മധുശ്രീയെ ഫോളോ ചെയ്തെത്തിയത്. എന്നാൽ മധുശ്രീ വീണ്ടും ശാലിനിയെ പരിഹസിച്ചിട്ട് അവിടെ നിന്ന് മടങ്ങണം. അതിനുശേഷം ചന്ദ്രബോസ് വിഷ്ണുവിനെ കാണാനായി എത്തി. വിഷ്ണു തലകുമ്പിട്ട് അങ്ങനെ ഇരുന്ന് മയങ്ങുന്നത് കണ്ട് ചന്ദ്രബോസ് ആ സെല്ലിൽ അടിച്ചിട്ട് വിളിച്ചു. വിഷ്ണു ചന്ദ്രബോസ് വന്ന് വെല്ലുവിളിച്ചിട്ടും ഒന്നും മിണ്ടാതെ തന്റെ ബെഡിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് ചന്ദ്രബോസ് പറഞ്ഞു, ആഹാ, ഇതെന്താടാ, ഇവന്റെ നാവ് ഇറങ്ങി പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവന്റെ നാവിന് എന്തെങ്കിലും പറ്റിയോ? ഇവൻ യാതൊരു വെല്ലും ബ്രേക്കുമില്ലാതെ സംസാരിച്ചിരുന്നവനാണല്ലോ, പിന്നെ ഇപ്പോഴെന്താ ഇവനൊരു മിണ്ടാട്ടവും ഇല്ലാത്ത എന്നെല്ലാം ചന്ദ്രബോസ് കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട് ചോദിച്ചു. എന്തായാലും താന്റെ കാര്യം അവന്റെ വായിൽ കുത്തി നോക്കിക്കേ, ഇനി എങ്ങനെ ഇറങ്ങിപ്പോയതാണോ എന്നറിയാവല്ലോ എന്ന് ചന്ദ്രബോസ് പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്യാം സർ എന്ന് പറഞ്ഞ് അയാൾ അങ്ങനെ ഇരിക്കുമ്പോ അതെ, ഇവന്റെ മറ്റേവള് വലിയ കളക്ടർ ആയതുകൊണ്ടായിരിക്കും ഇവൻ ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടുന്നതല്ലേ എന്നെല്ലാം ചന്ദ്രബോസ് ചോദിച്ചു. അത് കേട്ട് ഉടൻ തന്നെ ചന്ദ്രബോസിന്റെ ചോദ്യം കേട്ട് ശാലിനി ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതുപോലെ വിഷ്ണു ചന്ദ്രബോസിനോട് പറഞ്ഞു, അതെ, നിന്റെ ഇത്തരം സംസാരത്തിനൊക്കെയുള്ള മറുപടി എന്റെ പക്കലുണ്ട് ബോസേ എന്ന് വിഷ്ണു പറയുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു, അതെ, നിന്റെ കളക്ടറമ്മയ്ക്കിട്ട് ഞാൻ പറഞ്ഞല്ലോ, കളക്ടറമ്മ ഇനിയും ഇത് തുടർന്നുകൊണ്ട് പോയാൽ അവർക്ക് കിട്ടുന്നത് മുട്ടൻ പണിയായിരിക്കും. നിന്റെ കളക്ടറമ്മയെ പേടിച്ചിട്ടൊന്നുമല്ല ഞാനിവിടെ പോലീസായി നിൽക്കുന്നത് എന്നൊക്കെ ചന്ദ്രബോസ് അറിയിച്ചു. അത് കേട്ട ഉടനെ കോൺസ്റ്റബിൾ പറഞ്ഞു, സാറേ, അതെങ്ങനെ സാറിനോട് ദേഷ്യം ഉണ്ടാകാതിരിക്കുന്നത്? പല പല പ്രശ്നങ്ങൾക്ക് ശേഷം അവർ ഭാര്യയും ഭർത്താവും ഒന്നിക്കാൻ പോയപ്പോഴല്ലേ സാർ അവൻ ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോകുന്നത് എന്ന് അയാൾ ചോദിച്ചു. ഉടനെ വിഷ്ണുവിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ചന്ദ്രബോസിന്റെ സംസാരം കേട്ട് സഹിക്കാനാവാതെ വിഷ്ണു വേഗം സെല്ലിനരികിലേക്ക് വന്നു. ബോസേ, അപ്പോഴേക്കും ചന്ദ്രബോസ് ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കിട്ട് ചോദിച്ചു, എന്താടാ, ഇപ്പൊ നിനക്ക് അനുസരണ ഉണ്ടല്ലോ, ഞാൻ ഇത്രയും നേരം ഒരു ACP അല്ലടാ അവിടെ വന്ന് വിളിച്ചിട്ട്, എന്നിട്ട് നീ എന്താ ആ ബഹുമാനം കാണിക്കാതിരുന്നത് എന്ന് വിഷ്ണുവിനെ ചോദ്യം ചെയ്തു. അത് കേട്ടതും ചന്ദ്രബോസ് പറഞ്ഞു, എടാ, നീ പറഞ്ഞ ശരി തന്നെയാണ്, നിനക്കുള്ള പണി തന്നെയാണ് ഞാൻ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ വിഷ്ണു, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിന്നെ ഇപ്പോ എന്റെ കൈക്ക് പാങ്ങനെ കിട്ടിയിരിക്കുകയാണ്. നിന്റെ ഈ നാവാട്ടം അങ്ങ് തീർക്കാൻ ഈ ചന്ദ്രബോസിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല എന്ന് ചന്ദ്രബോസ് പറയുമ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു, അതെ, ഇപ്പോ നിങ്ങളുടെ ആഗ്രഹം എന്നെ ഒന്ന് ശരിക്കും ഇവിടെ നിർത്തി ഒന്ന് അപമാനിക്കുകയും നിങ്ങളുടെ ആഗ്രഹപ്രകാരം എനിക്കിട്ട് 2 എണ്ണം തരണമെന്നുമാണ്. പക്ഷേ ഒരു കാര്യം ബോസേ, നീ മനസ്സിലാക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ ലോകം. അതുകൊണ്ട് തന്നെ ചിലപ്പോ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ അതേപടി നടന്നെന്ന് വരില്ല ബോസേ എന്ന്
ചന്ദ്രബോസിനോട് വിഷ്ണു അറിയിച്ചു. ഇത് കേട്ട് ചന്ദ്രബോസ് പുഞ്ചിരിയോടെ വിഷ്ണുവിനെ നോക്കി. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതെ, ഒരു കാര്യം നീ മനസ്സിലാക്കിയോ ബോസെ, വേറൊന്നുമല്ല, എനിക്ക് ഇപ്പോ നിന്നോട് ഏറ്റുമുട്ടുന്ന യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞപ്പോ ചന്ദ്രബോസ് ചോദിച്ചു, അത് ശരി, അത്രയ്ക്കായോ? എന്നാ എടോ കോൺസ്റ്റബിളെ, താൻ ആ വാതിലൊന്ന് തുറന്നേ, എന്താ അവൻ എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് അറിയണല്ലോ. അവന്റെ കളക്ടർ കളക്ടർ കൊച്ചമ്മയെ കണ്ടിട്ടാണ് അവൻ ഈ അഹങ്കാരം കാട്ടുന്നതെങ്കിൽ അതിനുള്ള ശിക്ഷ നമുക്ക് കൊടുത്തല്ലേ പറ്റൂ എന്ന് ചന്ദ്രബോസ് അറിയിച്ചു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് കോൺസ്റ്റബിൾ വിഷ്ണുവിനെ ആ സെല്ലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നു. വിഷ്ണുവിനെ അരികിലേക്ക് കിട്ടിയതും ചന്ദ്രബോസ് വിഷ്ണുവിന്റെ കൊളറി പിടിച്ചിട്ട് പറഞ്ഞു, എന്താടാ എന്താടാ നിന്റെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്റെ ശൗര്യം അങ്ങ് ഒടിഞ്ഞില്ലേ, തീർന്നില്ലേടാ എന്ന് ചോദിച്ചു. ചന്ദ്രബോസ് അപ്പോഴേക്കും ചോദിക്കുന്നത് കേട്ട് വിഷ്ണു പറഞ്ഞു, അതെ, നിങ്ങൾ പറഞ്ഞ പോലെ നാവ് പിഴുതെടുക്കാനായിട്ട് ഞാൻ അടുത്ത് വന്ന് നിന്ന് തന്നതല്ലേ. പിന്നെ എന്റെ ഇഷ്ടങ്ങൾ ആരെ കാണണം, ആരുടെ അടുത്ത് എപ്പോ പോണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതെന്റെ ഇഷ്ടങ്ങളാണ്, അതിന് ആരും ചോദ്യം ചെയ്യാൻ വരേണ്ടതില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ചന്ദ്രബോസിനോട് ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ട് ചന്ദ്രബോസ് ഉടനെ തന്നെ വിഷ്ണുവിനോട് പറഞ്ഞു, അതെ, ഇപ്പോ നടന്ന സംഭവങ്ങളൊക്കെ എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ചന്ദ്രബോസ് ഉടനെ തന്നെ വിഷ്ണുവിനെ നോക്കി, എന്താ എന്താ വിഷ്ണു, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു, അതെ, ബോസിന്റെ ആഗ്രഹമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ തന്റെ ഇഷ്ടത്തിന് എനിക്കിപ്പോ നിന്ന് തരാൻ കഴിഞ്ഞെന്ന് വരില്ലല്ലോ ബോസെ. എന്തായാലും താൻ ചെയ്ത് കൂട്ടുന്നതിനൊക്കെ കൃത്യമായ കണക്കുകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതെന്തായാലും തീർത്തു തന്നെ ഞാൻ പോവുകയുള്ളൂ എന്ന് അറിയിച്ചപ്പോ ചന്ദ്രബോസ് ചോദിച്ചു, എന്താടാ ചെറുക്ക, നിനക്ക് ജീവിക്കണം എന്നൊന്നുമില്ലേ? ഉടനെ വിഷ്ണു കൈ നന്നായിട്ടൊന്ന് ഞെരിച്ചമർത്തിയിട്ട് പറഞ്ഞു, എന്നെ ജീവിക്കാൻ അതിനനുവദിക്കുന്നില്ലല്ലോ എന്ന് വിഷ്ണു ചോദിച്ചു. ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു, നിനക്കുള്ളത് ഞാൻ തരാമടാ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ചന്ദ്രബോസിന് ആകെ ടെൻഷനായി. ഇനി എന്താ ചെയ്യുക? എല്ലാം ഇത്രയൊക്കെ ആയിട്ടും അവനെ ഒന്ന് പെരുമാറാൻ പോലും തന്റെ കയ്യിൽ കിട്ടാത്തതിന് നിരാശയായിരുന്നു ചന്ദ്രബോസിന്റെ മുഖത്ത്. അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു, അതെ ബോസാറെ, ഇനി അഥവാ എനിക്ക് മരണം സംഭവിച്ചില്ല എന്നിരിക്കട്ടെ, ഞാൻ അത്രമേൽ സ്നേഹിച്ച ആ മനുഷ്യനെ കുറിച്ച് മാത്രമായിരിക്കും എൻ്റെ മനസ്സിലുള്ള ചിന്തകളും ഓർമ്മകളും, അതുമാത്രമേ എൻ്റെ മനസ്സിലും പതിയൂ എന്ന് ചന്ദ്രബോസിനോട് വിഷ്ണുവും അറിയിച്ചു. അങ്ങനെ വിഷ്ണു ചന്ദ്രബോസിനോട് സംസാരിച്ചു കേൾക്കുമ്പോൾ ശാലിനി വേഗം ജഗദീപിനെയും കൂട്ടി അവിടുന്ന് മടങ്ങുന്നത്. കാർത്തിക ശാലിനി അവിടെയൊക്കെ തന്നെ അന്വേഷിച്ചെത്തുമ്പോൾ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു അടയാളം താൻ ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു അടയാളം അവിടെ അവശേഷിപ്പിക്കണമെന്ന് കാർത്തിക തീരുമാനിച്ചത് കൊണ്ട് മധുശ്രീ ആ ഗോഡൌണിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ശാലിനിയും അരികിലുണ്ടായിരുന്ന ജഗദീപിനോട് പറഞ്ഞു, എന്തായാലും അവിടെ എന്തൊക്കെയോ അസ്വാഭാവികത ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതെന്താണെന്ന് അറിയാനായിട്ട് തൽക്കാലം നമുക്കൊന്ന് പോയി നോക്കാം എന്ന് വിഷ്ണു അവിടെ ഉണ്ടായ കാർത്തിയെ എങ്ങോട്ട് മാറ്റിയെന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു തെളിവ് ദൈവം അവശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞപ്പോൾ ജഗദീപ് പറഞ്ഞു, അതെ, നമ്മളുടെ പറയാറുണ്ടല്ലോ, വലിയ വലിയ സിനിമകളിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഒരു തെളിവുകൾ, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു തെളിവ് എവിടെയെങ്കിലും അവശേഷിച്ചിട്ടുണ്ടാകുമെന്ന്. എത്ര വലിയ വിദഗ്ധനായ കുറ്റവാളിയാണെങ്കിൽ പോലും അവന്റെ ആ തെറ്റിന്റെ കൃത്യമായിട്ടുള്ള തെളിവ് ദൈവം മാറ്റിവെച്ചിട്ടുണ്ടാവുമെന്നുള്ളത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് എന്ന് ശാലിനി എല്ലാവരോടും പറയുമ്പോൾ ശാലിനിയുടെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന നേരത്ത് ഇനിയും ബാക്കി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ധാരാളമാണല്ലോ എന്ന് ശാലിനിയോട് ഓരോരുത്തരുമായി അന്വേഷിക്കുന്നു. ശാലിനി അതെല്ലാം കേട്ട് വളരെ പുഞ്ചിരിയോടെ നോക്കുന്നു. അപ്പോഴേക്കും വിഷ്ണുവിനെ കോടതിയിലേക്ക് കൊണ്ടുപോകാനുള്ള സമയമായെന്നും ഇനി പ്രതിയുടെ ദേഹത്തോ മറ്റോ ഒക്കെ മുറിപ്പാടുകളോ ചതവോ എന്തെങ്കിലും കോടതി കണ്ടാൽ അത് മറ്റൊരു കേസിലായി മാറുമെന്ന്